ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജർമ്മനിയിൽ നിന്നാണ് വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ജർമ്മനിയിലെ ഇസ്രായേൽ കോൺസുലേറ്റിനു നേരെ ഒരു തീവ്രവാദി ആക്രമണം നടത്തിയിരിക്കുന്നു. ആ ആക്രമണം നടത്തിയ സ്പോട്ടിൽ തന്നെ ജർമ്മൻ പോലീസ് ആ തീവ്രവാദിയെ പരലോകത്തേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ സംബന്ധിച്ച് ഈ ഒരു ആക്രമണം ഇസ്രായേലി കോൺസുലേറ്റിലേക്ക് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടൊരു വിഷയമുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചാണ്, എന്തുകൊണ്ടാണ് കഴിഞ്ഞ സെപ്റ്റംബർ 5 ആ ഒരു ദിവസം എന്തുകൊണ്ട് ഈ തീവ്രവാദി ഇസ്രായേലി കോൺസുലേറ്റിന് നേരെ ലക്ഷ്യം വെച്ചു എന്നുള്ളത് നമ്മളൊരു ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിലൊക്കെ സ്ഥിരമായിട്ടൊരു ചോദ്യം ഉയരാറുണ്ട്. തീവ്രചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഒക്ടോബർ 7 മുമ്പേയും ഒരുപാട് കഥകളുണ്ട്, ഇസ്രായേൽ പലതും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ട് ഒക്ടോബർ 7 മുമ്പേ ഉള്ള ഒന്നും തന്നെ പറയാത്തത് എന്നൊക്കെ പറയുന്ന സകല ആളുകളോടും പറയാനുള്ളത്, നമ്മൾ ഇന്ന് ഒക്ടോബർ 7 മുമ്പേയുള്ള വിഷയം തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞു, ജർമ്മനിയിലെ ഇസ്രായേലി കോൺസുലേറ്റ് നേരെ സെപ്റ്റംബർ 5 ഒരു തീവ്രവാദി ആക്രമണം നടത്തി എന്നുള്ളത്. ഇതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയണം. 1972 ജർമ്മനി ആതിഥേയത്വം വഹിക്കുന്ന മ്യൂണിക് ഒളിമ്പിക്സ്. ഈ മ്യൂണിക് ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയും, കൂട്ടക്കൊല നടന്നിട്ടുള്ളൊരു ഒളിമ്പിക്സ് ആണ് എന്നുള്ളത്. ആ ഒരു ഒളിമ്പിക്സ് ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 11 വരെയായിരുന്നു ആ ഒളിമ്പിക്സ്. ആ ഒരു സമയം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത്, അതായത് സെപ്റ്റംബർ 5 വരെ നല്ല രീതിക്കായിരുന്നു ഒളിമ്പിക്സ് നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സെപ്റ്റംബർ 5 ഈ പാലസ്തീൻ തീവ്രവാദികളായിട്ടുള്ള കുറച്ച് ആളുകൾ ഈ പറയുന്ന ഒളിമ്പിക്സിൻ്റെ വേദികളിലേക്കും ഒക്കെ കടന്നു കയറി. അതായത് കായിക താരങ്ങളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സകല സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കവർ ചെയ്ത് അവർ കടന്നു കയറി. അതിനുശേഷം അവരാദ്യം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇസ്രായേലിൻ്റെ ഒരു കായിക പരിശീലകനെ കൊലപ്പെടുത്തി, അതേപോലെ തന്നെ ഒരു കായിക താരത്തെയും കൊലപ്പെടുത്തി. അതിനുശേഷം 9 ഇസ്രായേലി താരങ്ങളെ അവർ ബന്ദികളാക്കി. അതായത് ഇന്ന് ഒക്ടോബർ 7 ഇവർ ഈ ഹമാസികൾ ചെയ്ത അതേ അവസ്ഥ തന്നെ അന്ന് അവർ ബന്ദികളാക്കി. എന്നാൽ ആക്രമണമൊക്കെയായി ബന്ധപ്പെട്ട്, അവിടെ വലിയ ആക്രമണങ്ങളൊക്കെ നടന്നതുമായി ബന്ധപ്പെട്ട് ഈ 9 പേരെയും അവർ കൊലപ്പെടുത്തി. അങ്ങനെ 11 പേരെയാണ് അന്ന് പാലസ്തീൻ തീവ്രവാദികൾ മ്യൂണിക് ഒളിമ്പിക്സിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ആ 1972 കൂട്ടക്കൊലയുടെ 52ാം വാർഷിക ദിനമാണ് കഴിഞ്ഞ ദിവസം. ആ 52ാം വാർഷിക ദിനത്തിലെ ഒരു തീവ്രവാദി ജർമ്മനിയിലെ ഇസ്രായേലി കോൺസുലേറ്റിലേക്ക് ആക്രമണവുമായിട്ട് രംഗത്തെത്തിയത്. ആ തീവ്രവാദിയെ സ്പോട്ടിൽ തന്നെ പരലോകത്തേക്ക് ജർമ്മൻ പോലീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്ത് ഒരുപാട് യുദ്ധങ്ങളും പല വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരു യുദ്ധത്തിലോ ഒരു വിഷയത്തിലോ ഒരു രാജ്യത്തിൻ്റെ കായിക താരങ്ങൾക്ക് നേരെയൊന്നും അന്തസ്സുള്ള ഒരാളും തന്നെ തിരിയാറില്ല. എന്നാൽ ഈ പാലസ്തീൻ തീവ്രവാദികൾ ആ കാലത്ത് ചെയ്ത അങ്ങേയറ്റത്തെ നെറികേടാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ പാലസ്തീൻ തീവ്രവാദികൾ കൂട്ടക്കൊല നടത്തി. ഒക്ടോബർ 7 മാത്രമേ ചർച്ച ചെയ്യാറുള്ളൂ എന്ന് ചോദിക്കുന്ന സകല ആളുകളും കേൾക്കുന്നില്ലേ? 1972 പാലസ്തീൻ തീവ്രവാദികൾ കായിക താരങ്ങളെ കൂട്ടക്കൊല നടത്തി. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവിടെയാണ് വീണ്ടും ഇസ്രായേലിൻ്റെ പ്രസക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് ഒരിക്കലും പാലസ്തീനിലെ കാണുന്ന കായിക അതിന് 10, 100, 1000 പാലസ്തീൻ കായിക താരങ്ങളെ വേണമെങ്കിൽ പകരത്തിനായിട്ട് ഇസ്രായേലിന് കൊലപ്പെടുത്താമായിരുന്നു. പക്ഷേ ഇസ്രായേൽ അതല്ല ചെയ്തത്. ഈ വിഷയമൊക്കെയായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര സമൂഹമൊക്കെ അപലപിക്കുകയും സകല കാര്യങ്ങളുമൊക്കെ ചെയ്തു, പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമ്പോൾ ഇസ്രായേൽ അവിടെ മൊസാദിനെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അങ്ങ് ഏൽപ്പിച്ചു. ഈ കായിക താരങ്ങളെ ബന്ദികളാക്കിയിട്ടുള്ള, ഈ കായിക താരങ്ങളെ കൊലപ്പെടുത്തിയിട്ടുള്ള, ഈ കൂട്ടക്കൊലക്ക് പിന്നിലുള്ള സകല ആളുകളെയും തേടിപ്പിടിച്ച് കൊലപ്പെടുത്താൻ ഇസ്രായേൽ മൊസാദിനെ അങ്ങ് ഏൽപ്പിച്ചു. ആ ദൗത്യം വളരെ
വളരെ ഭംഗിയായിട്ട് നിറവേറ്റുകയും ചെയ്തു. അതായത് അന്ന് ബന്ദികളാക്കാൻ 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ കൂട്ടക്കൊലയെ കുറിച്ച് അത് ആസൂത്രണം ചെയ്ത് അതിന് മുന്നിട്ടിറങ്ങിയ സകല ആളുകളെയും മൊസാദ് തീർക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാ ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിതിൽ വളരെ വ്യക്തമാണ്, ഇസ്രായേൽ 1972 പോലും വളരെ ശക്തമായിട്ടുള്ളൊരു രാജ്യമായിരുന്നു എന്നുള്ളത്. അന്നും ഒരു മഹത്തായ രാജ്യവുമായിരുന്നു ഇസ്രായേൽ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം അന്ന് പാലസ്തീൻ തീവ്രവാദികൾ ഈ കായിക താരങ്ങളെ കൊലപ്പെടുത്തിയതിന് പകരം പാലസ്തീൻ കായിക താരങ്ങളെ അല്ല ഇസ്രായേൽ കൊലപ്പെടുത്തിയത്, മറിച്ച് അതുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്ത സകലരെയുമാണ് മൊസാദ് തീർത്തത് എന്നുള്ളതൊക്കെ കേൾക്കുമ്പോഴാ ഇസ്രായേൽ ഒരു മഹത്തായ രാജ്യം തന്നെയായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും തന്നെ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടത്. ഇവിടെ ഒക്ടോബർ 7 മുമ്പും ഇവിടെ പല വിഷയങ്ങളും ഉണ്ട് എന്നൊക്കെ പറയുന്ന സകല ആളുകളും കേട്ടില്ല. ഈ പാലസ്തീനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ ഗ്രൂപ്പുകളും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കല്ലാതെ ഒരു കാലത്തും മുന്നിട്ടിറങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ യാഥാർത്ഥ്യം. പാലസ്തീനുമായി ബന്ധപ്പെട്ട് എത്ര ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ അവരൊക്കെ തന്നെ ഇസ്രായേലിലെ സാധാരണക്കാരെ കൊലപ്പെടുത്താനുമാണ് രംഗത്ത് വന്നത്. ഇന്നും ഹമാസിന് ഇസ്രായേൽ സൈന്യത്തോടൊന്ന് നേരിട്ട് പോരാടാനുള്ള ഒരു ചങ്കൂറ്റമുണ്ടോ? ഒരിക്കലുമില്ല. അവരൊളിച്ചു നിന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ തേടിപ്പിടിച്ച് കൊലപ്പെടുത്തുക, ബന്ദികളാക്കുക, ഭീരുക്കൾ ചെയ്യുന്നതല്ലേ ഇന്നും ഹമാസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇവർ ചരിത്രം എടുത്തു നോക്കിയാലും ഏത് കാലഘട്ടം എടുത്തു നോക്കിയാലും ഈ പറയുന്ന പാലസ്തീനുമായി ബന്ധപ്പെട്ട ഓരോ ഭീകരവാദ ഗ്രൂപ്പുകളും അങ്ങേയറ്റത്തെ ഭീരുക്കളായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഒരു പോരാട്ടത്തിനൊക്കെ ഇറങ്ങുന്ന ആളുകളാണെങ്കിൽ നേരിട്ട് സൈന്യത്തോടല്ലേ യുദ്ധം ചെയ്യേണ്ടത്, അല്ലാതെ സാധാരണക്കാരെ കായിക താരങ്ങൾക്കൊക്കെ പിന്നാലെ ലോകത്തേതെങ്കിലും ഒരു ബോധമുള്ള ഒരു സംവിധാനം പോവില്ല, ഒരിക്കലുമില്ല. അത് ഭീകരവാദികൾ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഈ പറയുന്ന പാലസ്തീനുമായി ബന്ധപ്പെട്ട ഓരോ സംഘടനയും എക്കാലഘട്ടത്തിലും ഭീകരവാദ പ്രവർത്തനം തന്നെയാണ് നടത്തിയത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. നിങ്ങൾ തന്നെ കണ്ടില്ലേ, ലേറ്റസ്റ്റ് ആയിട്ട് ജർമ്മനിയിൽ ഇസ്രായേൽ കോൺസുലേറ്റിന് നേരെ അന്ന് ചെയ്തത് പോലും അതൊരു വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പോലും തിരിച്ചറിയത് ഇന്നും അതാണ് വലിയ സംഭവം എന്ന് അറിയിക്കാൻ ഒരു തീവ്രവാദി വന്നതാ. ജർമ്മൻ പോലീസ് സ്പോട്ടിൽ തന്നെ അങ്ങ് പരലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. ഭീകരവാദത്തേക്ക് ആരനുകൂലിച്ചാലും ജർമ്മൻ പോലീസ് സംവിധാനം ചെയ്തത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട.